ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സൈലം ബി എസ് സിയുടെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് പ്രദീപ് എന്നാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ സെപ്റ്റംബർ നവംബർ മാസങ്ങളായിട്ട് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ചോദിക്കാൻ സാധ്യതയുള്ള വളരെ വിലപ്പെട്ട കുറച്ച് 4 ടോപ്പിക്കുകളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ വിമൻസ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് പഠിക്കും, അതിനുശേഷം ഏഷ്യ കപ്പ് പഠിക്കും, അതിനുശേഷം 55ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് പഠിക്കും, അതിനുശേഷം നമ്മൾ 2025 നവംബർ 1-ാം തീയതി പ്രഖ്യാപിച്ച കേരള പുരസ്കാരം, എന്താ പറയാ, ദ സിവിലിയൻ ഓണേഴ്സ് ഓഫ് കേരള ആയിട്ടുള്ള കേരള പുരസ്കാരങ്ങൾ 2020 നമ്മൾ പഠിക്കും. അങ്ങനെ 4 വിലപ്പെട്ട ടോപ്പിക്കുകളാണ് ഈ സെഗ്മെന്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, കട്ടയ്ക്ക് കൂടെ നിൽക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. യെസ്, വിമൻസ് വേൾഡ് കപ്പ് 2025. നമുക്കറിയാം, ഒരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ വനിതാ വേൾഡ് കപ്പിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 1973-ലാണ്. 1973. പുരുഷ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആരംഭിക്കുന്നത് 1975-ലാണ്. അപ്പൊ പുരുഷ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിനും 2 കൊല്ലം മുന്നേ തന്നെ വിമൻസ് വേൾഡ് കപ്പ് ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. പക്ഷേ പുരുഷ ക്രിക്കറ്റിന് ലഭിച്ച പ്രചാരണമൊന്നും, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ആ ഒരു ഓറയൊന്നും ആർക്ക് കിട്ടിയിരുന്നില്ല, വിമൻസിന് കിട്ടിയിരുന്നില്ല പണ്ട് മുതൽ. പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോ നമുക്കറിയാം, 1983-ലെ വേൾഡ് കപ്പ്, 1983-യുടെ പുരുഷ വേൾഡ് കപ്പിൽ ഇന്ത്യ ആദ്യമായിട്ട് കപിലിന്റെ ചെകുത്താന്മാർ കപ്പ് ഉയർത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിനെ തന്നെ ഇന്ത്യയിൽ അംഗീകാരം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫെയിമിലേക്ക് അവർ വരാനുള്ള തുടക്കം എന്ന് പറയുന്നത് ആ ഒരു 1983 വേൾഡ് കപ്പ് വിജയമാണ്. അതിന് സമാനമായിട്ടുള്ള വിജയമാണ് ഇത്തവണ വിമൻസ് വേൾഡ് കപ്പിൽ ഇന്ത്യ നേടിയത് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. കാരണം അത് നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അവർ നേടിയ വിജയം എന്ന് പറയുന്നത് എന്താ പറയാ, ഭാവിയിൽ ഇനി വരാനിരിക്കുന്ന ഒരുപാട് താരങ്ങൾക്ക് പ്രചോദനം കൂടിയാണ്. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ 2017-ലേക്ക് പോവാണ്. 2017 ക്രിക്കറ്റ് വിമൻസ് വേൾഡ് കപ്പിന്റെ ഫൈനലില് ഇന്ത്യൻ ടീം എത്തിച്ചേർന്ന നിമിഷം, അന്ന് ഓസ്ട്രേലിയ ആയിരുന്നു ഫൈനൽ നമ്മൾ എതിരാടാൻ വന്നിരുന്നത്. അങ്ങനെ 2017 വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എത്തിച്ചേർന്ന നിമിഷം ഒരു പാകിസ്ഥാനി റിപ്പോർട്ടർ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായ മിതാലി രാജിനോട് ചോദ്യം, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുരുഷ ക്രിക്കറ്റ് താരമാര് എന്നായിരുന്നു ആ റിപ്പോർട്ടർ ചോദിച്ചത്. ആ റിപ്പോർട്ടറുടെ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെടാതെ മിതാലി രാജ് അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിച്ചു, താങ്കൾ ഈ ചോദ്യം ഏതെങ്കിലും ഒരു പുരുഷ താരത്തോട് ചോദിക്കുമോ എന്ന് ചോദിച്ചു. മിതാലി രാജിന്റെ ആ ഒരു വാക്കുകളിൽ അവർ ഇന്നേ വരെ കഴിഞ്ഞ 20 വർഷക്കാലം, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണം, ഞാൻ ആദ്യമായിട്ട് മിതാലി രാജ് എന്ന പേര് കേൾക്കുന്നത് 2017 ആ ഒരു സ്റ്റേറ്റ്മെന്റിലാണ്. അന്ന് വരെ ഇന്ത്യക്ക് ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടെന്ന്, വിമൻസിന് ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. കാരണം അവർക്ക് ഒരു തരത്തിലുള്ള മീഡിയ അറ്റൻഷനും ലഭിക്കുന്നില്ല. പുരുഷ താരങ്ങൾക്കും വനിതാ താരങ്ങൾക്കും 2 സ്കെയിലാണ്, പേ സ്കെയില്, തുല്യവേതനം ഇല്ല. ഇങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ആ സമയത്താണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അതിൽ നീരസം പൂണ്ട മിതാലി രാജ് ചോദിക്കുകയും ആ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ ഒട്ടുക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് മിതാലി രാജ് എന്ന പേര് കേൾക്കുന്നത്. അതിനുശേഷം അന്നത്തെ വേൾഡ് കപ്പ് ഫൈനലില് ഇന്ത്യ പരാജയപ്പെടുന്നുണ്ടെങ്കിലും അന്ന് അവർക്ക് നല്ലൊരു സ്വീകാര്യത അന്ന് കിട്ടി. അടുത്തിടെ നമ്മുടെ സ്മൃതി മന്ദാന അടക്കമുള്ള ഒരു ഇന്റർവ്യൂവില് പറയുന്നുണ്ട്, ഞങ്ങള് ആ വിമൻസ് വേൾഡ് കപ്പിന്റെ ഫൈനലില് തോറ്റ് തിന്നമ്പാടി ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോ കുറച്ച് ആൾക്കാർ എയർപോർട്ടിൽ കൂടി. ഞങ്ങൾ ഉടനെ തന്നെ അവരെ കണ്ട് തിരിഞ്ഞോടി. എന്താ സംഭവം എന്നറിയാമോ? ഞങ്ങൾ വിചാരിച്ചത് കളി തോറ്റോടെ ഞങ്ങളെ തല്ലാനായിട്ട് ആൾക്കാർ വരാന്നാണ്. ഇതിനു മുമ്പ് ഒഴിഞ്ഞ സ്റ്റേഡിയങ്ങളിൽ മാത്രം കളിച്ചുകൊണ്ടിരുന്ന അവർക്ക് ഇന്ന് നമ്മൾ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിയും കൊടുക്കുന്ന അതേ അറ്റൻഷൻ ഇന്നിതാ ഈ പറയപ്പെടുന്ന ഹർമൻപ്രീത് കൗറിനും സ്മൃതി മന്ദാനയ്ക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർ വെറുതെ ഒരു എന്താ പറയാ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചുണ്ടാകുന്നതല്ല. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്ത് നേടിയതാണെന്ന് അഭിമാനത്തോടു കൂടി തന്നെ നമ്മൾ അവരെ അംഗീകരിക്കേണ്ടി വരും. ഇന്നിപ്പോ തുല്യവേതനം പ്രഖ്യാപിക്കുന്നു BCCI. ഒരു 2021-ലാണ് പുരുഷ താരങ്ങൾക്കും വനിതാ താരങ്ങൾക്കും തുല്യവേതനം എന്ത് ചെയ്യുന്നത് BCCI പ്രഖ്യാപിക്കുന്നത്. കേൾക്കണേ നിങ്ങൾ, വിമൻസ് വേൾഡ് കപ്പ് 2025. നമ്മൾ പറഞ്ഞു 1973-ലാണ് വിമൻസ് വേൾഡ് കപ്പിന്റെ ചരിത്രം ആരംഭിക്കുന്നത് പറഞ്ഞു. ഓരോ 4 വർഷം കൂടുമ്പോഴാണ് വിമൻസ് വേൾഡ് കപ്പ് നടക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2025 ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ച് നടന്നത് വിമൻസ് വേൾഡ് കപ്പിന്റെ ചരിത്രത്തിലെ എത്രാമത്തെ എഡിഷൻ ആണ്, എത്രാമത്തെ പതിപ്പാണ് എന്ന് ചോദിച്ചപ്പോൾ അത് 13ാമത്തെ എഡിഷൻ ആണ്.
ആരംഭിച്ച വർഷം 73, പ്രഥമ വേദി ഇംഗ്ലണ്ട്. അന്ന് ആദ്യം കപ്പടിച്ചതും ആര് തന്നെ? ഇംഗ്ലണ്ട് തന്നെയാണ്. രണ്ടാമത് കപ്പടിച്ചത് ആരാ? ഓസ്ട്രേലിയ. ഇത്തവണ നടന്നത് എത്രാമത് എഡിഷനാ? 13ാമത് എഡിഷനാന്ന് പറഞ്ഞു. വേദി ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ച് നടക്കുന്നത് പറഞ്ഞു. ഇതാദ്യമായിട്ടല്ല ഇന്ത്യ വിമൺസ് വേൾഡ് കപ്പിന് വേദിയാവുന്നത്. ഇന്ത്യ ആദ്യമായിട്ട് വനിതാ വേൾഡ് കപ്പ് നടക്കുന്നത് ഇത് 4ാം തവണയാണ് ഇത്തവണ. ആദ്യം 1978-ലും, പിന്നെ 97-ലും, പിന്നെ 2013-ലും, പിന്നെ ഇതാ ഇപ്പോൾ 2025-ലും ഇന്ത്യ മഹാരാജ്യം വനിതാ ലോകകപ്പിന് ആതിഥ്യമരുളുന്നുണ്ട്. ഇത്തവണത്തെ വേൾഡ് കപ്പിന്റെ ഭാഗ്യചിഹ്നം കേൾക്കണേ നിങ്ങൾ. 2023-ലെ പുരുഷ ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ അതേ ഭാഗ്യചിഹ്നം തന്നെയാണ് വിമൻസ് വേൾഡ് കപ്പിന് ലഭിക്കുന്നത്. ബ്ലേസും ടോങ്കുമാണ് ഭാഗ്യചിഹ്നം. അപ്പം ഭാഗ്യചിഹ്നം അഥവാ മസ്കോട്ട് എന്ന് ചോദിച്ചപ്പോൾ എന്താണ്? അത് ബ്ലേസും ടോങ്കുമാണെന്ന കാര്യം ഓർക്കുക. ഒഫീഷ്യൽ സോങ്, ഔദ്യോഗിക ഗാനമായി മാറുന്നത് ബ്രിങ് ഇറ്റ് ഹോം ആണ്. ബ്രിങ് ഇറ്റ് ഹോം ആണ് ഇത്തവണത്തെ ഒഫീഷ്യൽ സോങ് അഥവാ ഔദ്യോഗിക ഗാനം. എന്ന് മുതൽ എന്ന് വരെയാണ് ഇത്തവണത്തെ വിമൻസ് വേൾഡ് കപ്പ് അരങ്ങേറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2025 സെപ്റ്റംബർ മാസം 30 മുതൽ 2020 നവംബർ മാസം 2 വരെയാണ് വിമൻസ് വേൾഡ് കപ്പ് ഇത്തവണ നടക്കുന്നത് എന്ന കാര്യം ഓർക്കുക. സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ബ്ലേസും ടോങ്കും ഇവിടെ ചിത്രം കാണാം. ഒരു ബാറ്റും ബോളും എന്ന് നിൽക്കുന്ന ഒരു കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് ഈ പറയപ്പെടുന്ന ബ്ലേസും ടോങ്കും എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഇനി ദ ടോട്ടൽ നേഷൻസ് പാർട്ടിസിപ്പേറ്റഡ്, ആകെ എത്ര ടീമുകളാണ് ഇത്തവണ പങ്കെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ആകെ മൊത്തം 8 ടീമുകൾ. ഈ 8 ടീമുകളും കൂടെ ചേർന്ന് ഫൈനൽ ഉൾപ്പെടെ എത്ര മത്സരങ്ങൾ നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആകെ മൊത്തം 31 മത്സരം നടക്കുന്നു. ഫൈനലിന്റെ വേദി DY പാട്ടീൽ സ്റ്റേഡിയം, നവി മുംബൈ. ശ്രദ്ധിക്കണടാ, ആ സ്റ്റേഡിയത്തിൽ ഏകദേശം 35,000-ഓളം ആൾക്കാരെ ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്നു. എന്നാൽ 2017-ൽ ഒരു കാണികൾ പോലും ഇല്ലാതിരുന്ന ആ സ്ഥാനത്താണ് ഇന്ന് നിറഞ്ഞ കാണികൾക്ക് മുമ്പിൽ അവർ കളിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഫൈനലിന്റെ വേദി DY പാട്ടീൽ ക്രിക്കറ്റ് സ്റ്റേഡിയം വിച്ച് ഈസ് ഇൻ നവി മുംബൈ. അപ്പൊ നവി മുംബൈയിലെ DY പാട്ടീൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഫൈനലിന്റെ വേദി. ഫൈനലിൽ ഏറ്റുമുട്ടിയത് ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 298 എന്ന വിജയലക്ഷ്യം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വെക്കുന്നുണ്ട്. കൃത്യം രാത്രി 12 കളി കണ്ടുകൊണ്ടിരിക്കുക. 12 മണിക്ക് 10 വിക്കറ്റ്, 10ാമത്തെ വിക്കറ്റ് ദീപ്തി ശർമ്മ ബൗൾ ചെയ്യുന്നു. നേരെ ഹർമൻപ്രീത് കൗറിന്റെ കൈയിലേക്ക് ആ ഒരു പന്ത് എത്തുന്നു. ഇന്ത്യ ലോകകപ്പിൽ മുത്തമിടുന്നു. വളരെ വളരെ രോമാഞ്ചിഫിക്കേഷൻ ആയിരുന്നു ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ 52 റൺസിനാണ് സൗത്ത് ആഫ്രിക്കയെ നമ്മൾ കെട്ടുകെട്ടിക്കുന്നത്. ഇന്ത്യൻ ടീമിന്റെ ആ കിരീടം ഉയർത്തിപ്പിടിച്ച ആ ക്യാപ്റ്റന്റെ പേര് ദൊണാൻഡൊള്ളി ഹർമൻപ്രീത് കൗർ. ദെൻ ദ കോച്ച് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനാര് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അമോൽ മസുംദാർ. ഈ അമോൽ മസുംദാറിനെ പറ്റി പറയുമ്പോ പുരുഷ ക്രിക്കറ്റ് താരമായിരുന്നു, പക്ഷെ അദ്ദേഹം ഫസ്റ്റ് ഡൊമസ്റ്റിക് പ്ലെയർ ആയിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാ. ഒരു തവണ പോലും അദ്ദേഹത്തിന് ആഭ്യന്തര ക്രിക്കറ്റിൽ നല്ല ഒരു റെക്കോർഡ് ഉണ്ടായിരുന്ന താരമാണ്. പക്ഷേ ഒരു തവണയും അദ്ദേഹത്തിന് ദേശീയ ടീമിൽ ദേശീയ കുപ്പായം അണിയാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചില്ല. അതിന്റെ റിവഞ്ച് കൂടിയാണ് അദ്ദേഹം തീർക്കുന്നത്. വിമൻസ് വേൾഡ് കപ്പിന്റെ കോച്ചായി മാറുന്നു അമോൽ മസുംദാർ. അപ്പോ ചരിത്രത്തിൽ ആദ്യമായി വനിതകളുടെ പേര് അടയാളപ്പെടുമ്പോൾ അവിടെ ആരുടെ പേരും അടയാളപ്പെടും? അമോൽ മസുംദാറിന്റെ പേരും ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യം അവിടെ ഓർക്കുക. ഇനി സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റനെ നമ്മൾ എടുത്തു പറയണം. കാരണം സെമി ഫൈനലിലും ഫൈനലിലും അവർ സെഞ്ചുറി നേടുന്നുണ്ട്. ആ പ്ലെയറിന്റെ പേരാണ്. ഫൈനലിൽ അവർ സെഞ്ചുറി നേടി. നമ്മളൊക്കെ പേടിച്ച് ഒരു നിമിഷം ഇവർ അടിച്ച് കളി ജയിപ്പിക്കുമെന്ന് വരെ നമ്മൾ വിചാരിച്ചു പോയി. കളി കണ്ടവർക്കറിയാം. ആ സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റന്റെ പേര് ലോറ വോൾവാർട്ട് എന്നാണ്. സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റന്റെ പേര്. നിങ്ങൾ ലോറ എന്ന് പഠിക്കുക. സെറ്റ്. ദെൻ ദ കോച്ച് ഓഫ് സൗത്ത് ആഫ്രിക്കൻ വിമൻസ് ക്രിക്കറ്റ് ടീം. സൗത്ത് ആഫ്രിക്കൻ വിമൻസ് ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകൻ ആര് എന്ന് ചോദിച്ചപ്പോൾ മാൻഡ്ല മാഷിംബി. അപ്പൊ മാൻഡ്ല മാഷിംബി, മണ്ടയില്ല എന്ന് പഠിക്കുക. മണ്ടയില്ല, ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ. മണ്ഡ്ല മാഷിംബി. യെസ്. ദെൻ ആ ഒരു സെലിബ്രേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. ഹർമൻപ്രീത് കൗറിന്റെ ആ ഒരു ഐക്കോണിക് സെലിബ്രേഷൻ ആണ്. ഒരു പഞ്ചാബി ഡാൻസ് കളിച്ചുകൊണ്ട്, ഒരു ബല്ലെ ഡാൻസ് കളിച്ചിട്ടാണ് അവര് ആ കിരീടം മേടിക്കാനായിട്ട് പോകുന്നത്. അതിന്റെ ഒരു പിക്ചോറൽ റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. ദെൻ ദ ഓൾ ടീം, എന്റെ ടീമിനെ നിങ്ങൾക്ക് അവിടെ കാണാം. ദെൻ ദിസ് ഈസ് നമ്മുടെ അമോൽ മസുംദാറിന്റെ ദൃശ്യമാണ്. അമോൽ മസുംദാറിനെയും ഹർമൻപ്രീത് കൗറും ആ മത്സരശേഷം ആലിംഗനം ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. റൈറ്റ്? ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ നെക്സ്റ്റ് അവാർഡിംഗ് സെറമണിയിലേക്ക് വരുമ്പോ മാൻ ഓഫ് ദി
ഫൈനലിലെ താരമായി മാറിയത് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ഷഫാലി വർമ്മ. എടാ, ഇതാണ് ഈ പറയുന്ന വിധി എന്നൊക്കെ പറയുന്നതാണ്. അതായത് ഷഫാലി വർമ്മ എന്ന് പറയുന്ന പ്ലെയർ ടൂർണമെന്റിൽ 15 സ്ക്വാഡിൽ ഉൾപ്പെട്ടിരുന്നില്ല, തുടക്കത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഓപ്പണിംഗ് സ്ലോട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർക്ക് പരിക്കേൽക്കുകയും അതിനെ തുടർന്ന് ടീമിലേക്ക് എൻട്രി കിട്ടിയ വ്യക്തിയാണ് ആര്? ഈ പറയപ്പെടുന്ന ഷഫാലി വർമ്മ. ആ ഷഫാലി വർമ്മ തനിക്ക് കിട്ടിയ അവസരം മുതലാക്കുന്നു. ഫൈനലിൽ അവർ നേടിയ 87 റൺസ്, 78 പന്തുകളിൽ അവർ നേടിയ 87 റൺസും 2 എണ്ണം പറഞ്ഞ വിക്കറ്റുകളുമാണ് അവരെ മാൻ ഓഫ് ദി ഫൈനൽ പുരസ്കാരത്തിന് അർഹമാക്കുന്നത്. ഇതാണ് ആ ഒരു വിധി എന്ന് പറയുന്നത്. കളിയിൽ ഇല്ലാത്ത ഒരാള്, അത്രയും ദിവസം കളി കണ്ടുകൊണ്ടിരുന്ന ആള് ഈ പറയുന്ന കണക്ക് ഫൈനലിന്റെ താരമായി മാറുന്ന കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് സ്വീറ്റസ്റ്റ് മൊമെന്റ് ആണത്. ദെൻ ടൂർണമെന്റിലെ താരമായി മാറുന്നത് വൺ ആൻഡ് ഓൺലി ദീപ്തി ശർമ്മ. ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരവും ആര് തന്നെ? ഈ പറയപ്പെടുന്ന ദീപ്തി ശർമ്മയാണ്. 22 വിക്കറ്റുകൾ. ദ മോസ്റ്റ് നമ്പർ ഓഫ് റൺസ്, ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരമാര് എന്ന് ചോദിച്ചാൽ അത് സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ലോറ ഓൾവാട്ട്. 571 റൺസ്. അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടി ഈ ടൂർണമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ടോപ്പ് സ്കോറർ ആയത് ആര് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് സ്മൃതി മന്ദാനയാണ്. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഈ ടൂർണമെന്റിൽ റൺ വേട്ടയിൽ ഒന്നാമതെത്തിയത് ഇന്ത്യൻ താരങ്ങളിലെ സ്മൃതി മന്ദാനയാണെന്ന കാര്യം ഓർക്കുക. ഇതാണ് നമ്മുടെ ലോറയുടെ ചിത്രമാണ് നിങ്ങളെ കാണുന്നത്. സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റനായ ലോറയെ നിങ്ങൾക്ക് അവിടെ കാണാം. യെസ്, ഇതാണ് നമ്മുടെ ദീപ്തി ശർമ്മ, ടൂർണമെന്റിലെ താരവും 22 വിക്കറ്റ്, മോസ്റ്റ് നമ്പർ ഓഫ് വിക്കറ്റ് നേടിയ ദീപ്തി ശർമ്മയെ കാണാം. ഇതാണ് നമ്മുടെ യങ് ബ്ലഡ് ഷഫാലി വർമ്മ. 21 വയസ്സേ പ്രായമുള്ളൂ. ഷഫാലി വർമ്മ 78 പന്തുകളിൽ 87 റൺസ് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇറങ്ങുന്നു, 2 വിക്കറ്റും നേടുന്നു ഈ പറയപ്പെടുന്ന ഷഫാലി വർമ്മ. ദെൻ ഏറ്റവും കൂടുതൽ തവണ വിമൻസ് വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരായ ടീം ഏത് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ ആകെ മൊത്തം 7 തവണ വനിതാ ലോകകപ്പിൽ ഓസ്ട്രേലിയ 7 തവണ വിമൻസ് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായി മാറുന്നുണ്ട്. ആകെ നടന്ന 13 എഡിഷനുകളിൽ 7 തവണ കപ്പടിച്ചതും ഓസ്ട്രേലിയയാണ്. ഈ ഓസ്ട്രേലിയയുമായിരുന്നു ഇന്ത്യയുടെ സെമി ഫൈനൽ. ശ്രദ്ധിക്കണേ നിങ്ങൾ, ആ സെമി ഫൈനൽ ഇന്ത്യ ഒട്ടുക്ക് ചർച്ച ചെയ്യപ്പെട്ട സെമി ഫൈനലായിരുന്നു അത്. ആ സെമി ഫൈനലില് ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 330ഓളം റൺസുകൾ ഇന്ത്യക്ക് മേൽ വെക്കുന്നു. കളി നമ്മൾ തോറ്റു എന്ന് വിചാരിച്ചത്, പക്ഷേ തോറ്റു പിന്മാറാൻ ഞങ്ങളുടെ വനിതകൾക്ക് ഒരുക്കമല്ലായിരുന്നു. അവരുടെ ബാറ്റിംഗ് മികവിൽ അന്നൊരു താരം ഉദിക്കുന്നു. അവരുടെ പേരാണ് ജമീമ റോഡ്രിഗസ്. ആ ഒരൊറ്റ കളി കൊണ്ട്, ഒരൊറ്റ ഇന്നിങ്സ് കൊണ്ട് ഇന്ത്യ ഒട്ടുക്ക് ചർച്ച ചെയ്യപ്പെട്ട പേരാണ് ജമീമ റോഡ്രിഗസ് എന്ന പേര്. ജമി റോഡ്രിഗസ് എന്ന് പറയുന്ന പേര് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അവരുടെ ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഏറ്റവും കൂടുതൽ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ നമ്മൾ സെമിയിൽ വീഴ്ത്തുന്നു. ഇംഗ്ലണ്ട് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ കപ്പടിച്ച ഓസ്ട്രേലിയ 7 തവണ. ബാക്കി 2 ടീം നേടിയത്, ഒന്ന് ഇംഗ്ലണ്ട് 4 തവണയും ന്യൂസിലാൻഡ് 1 തവണയും ചാമ്പ്യന്മാരായി. ഇപ്പൊ ഇതാ ഇന്ത്യ 1 തവണ. അപ്പൊ ആകെപ്പെടെ 4 ടീമേ നേടിയിട്ടുള്ളൂ. അപ്പോ ഇന്ത്യ 1 തവണ, ന്യൂസിലാൻഡ് 1 തവണ, ഇംഗ്ലണ്ട് 4 തവണ, ഓസ്ട്രേലിയ 7 തവണ. ഇനി ഇന്ത്യ ആദ്യമായിട്ട് ലോകകപ്പിൽ പങ്കെടുത്ത ഏത് വർഷമാണ്? 1978. ആ 1978 ഇന്ത്യയിൽ വെച്ച് ആ ടൂർണമെന്റ് നടക്കുന്നത്. അങ്ങനെയാണ് ഇന്ത്യക്ക് എൻട്രി കിട്ടുന്നത്. അപ്പോ ഇന്ത്യ ആദ്യമായി ലോകകപ്പിൽ പങ്കെടുക്കുന്നത് 1978 കാര്യം ഓർക്കുക. 2005-ലും 2017-ലും ഇന്ത്യ റണ്ണറപ്പായി മാറിയിട്ടുണ്ട്. അന്ന് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ദ വൺ ആൻഡ് ഓൺലി മിതാലി രാജ്. 2005-ലും 2017-ലും മിതാലി രാജ് ആയിരുന്നു ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ എന്ന കാര്യം ഓർക്കുക. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, മിതാലി രാജ്. ആ ഒരു വേൾഡ് കപ്പിൽ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രംഗമാണിത്. കാരണം വിമൻസ് ക്രിക്കറ്റ് ടീം ഇന്ന് എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഖ്യ പങ്ക് വഹിച്ച ഒരു പേരാണ് മിതാലി രാജ് എന്ന് പറയുന്ന പേര്. ആ മിതാലി രാജിനെ വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ വേൾഡ് കപ്പിനെ പറ്റി പറയാൻ കഴിയില്ല. ഇനിയുള്ള പരീക്ഷ ഉറപ്പായിട്ട് മിതാലി രാജ് ചോദ്യമായി വരാം. ആരായിരുന്നു മിതാലി രാജ് എന്ന് നമ്മൾ അറിയണം. ഈ വേൾഡ് കപ്പ് കിരീടം നേടിയ ഉടൻ ഹർമൻപ്രീത് കൗർ ഈ കിരീടം കൊണ്ട് കൊടുക്കുന്നത് മിതാലി രാജിന്റെ കൈകളിലാണ്. ചരിത്രത്തിൽ ഒരു പക്ഷേ ഒരു മുൻ ക്യാപ്റ്റന്റെ കയ്യിലേക്ക് ഒരു കിരീടം അവര് കൊണ്ടുനട ഞാൻ കണ്ടിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഉജ്ജ്വല നിമിഷം തങ്ങളുടെ സീനിയർ മോസ്റ്റ് ലീഡർ ആയിട്ടുള്ള മിതാലി രാജിന്റെ കൈകളിലേക്ക് അവർ ഏറെ കഷ്ടപ്പെട്ട് കൊതിച്ച ആ കിരീടം ഹർമൻപ്രീത് കൗർ നൽകുകയാണ്. നോക്കണേ നിങ്ങൾ. യെസ്, മിതാലി രാജ്. ആരായിരുന്നു മിതാലി രാജ്? മിതാലി രാജിന്റെ സ്വദേശം എവിടെയാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞത്
രാജസ്ഥാനാണ് മിതാലി രാജിന്റെ സ്വദേശം, രാജസ്ഥാനാണ്. കുറെ റെക്കോർഡ് അവർ നേടിയിട്ടുണ്ട്. ആ റെക്കോർഡുകൾ ചോദ്യമായി വരാം, കേൾക്കണേ നിങ്ങൾ. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരം എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് മിതാലി രാജാണ്. അപ്പൊ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരമാര് എന്ന് ചോദിച്ചാൽ അത് മിതാലി രാജാണ്. 3 ഫോർമാറ്റിലും കൂടി ഏറ്റവും കൂടുതൽ റൺസുകൾ നേടുന്ന താരമായി മിതാലി രാജ് മാറുന്നു. അതുപോലെ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഏകദിന മത്സരങ്ങൾ, 1 ഡേ മാച്ച് ഏകദിന മത്സരം കളിച്ച താരം 232 ഏകദിന മത്സരം കളിക്കുന്നു. അപ്പോ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഏകദിന മത്സരങ്ങൾ കളിച്ച താരം മിതാലി രാജ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 20 വർഷം തികച്ച ഏക വനിതാ താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 20 വർഷം തികച്ച ഏക വനിതാ താരം. ക്രിക്കറ്റിൽ നമുക്ക് എങ്ങനെയാണോ സച്ചിൻ, പുരുഷ ക്രിക്കറ്റിൽ എങ്ങനെയാണോ സച്ചിൻ, അതുപോലെ തന്നെയാണ് വനിതാ ക്രിക്കറ്റിൽ നമുക്ക് മിതാലി രാജ് എന്ന കാര്യം ഓർക്കുക. വനിതകളുടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ശ്രദ്ധിച്ചേക്കണം, ഈ 2 പോയിന്റ് ശ്രദ്ധിച്ചു കേൾക്കണേടാ. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസുകൾ എന്ന നാഴികക്കല്ല് പിന്നിടുന്ന ആദ്യ ഇന്ത്യൻ താരം. ഓക്കെ, ആദ്യ ഇന്ത്യൻ താരം. അടുത്ത പോയിന്റ് നോക്കി, അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 7,000 ഏകദിന റൺസുകൾ നേടുന്ന ആദ്യ താരം. അതായത് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസുകൾ എന്ന നാഴികക്കല്ല് പിന്നിടുന്ന ലോകത്തിലെ ആദ്യ താരം മിതാലി രാജ് അല്ല, അത് വേറെ താരമാണ്. ആദ്യ ഇന്ത്യൻ താരമാണ് മിതാലി രാജ്. ഓക്കെ, അപ്പൊ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 10,000 റൺസുകൾ എന്ന നാഴികക്കല്ല് പിന്നിടുന്ന ആദ്യ ഇന്ത്യൻ താരം, റൈറ്റ്. എന്നാൽ ഇതേ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 7,000 ഏകദിന റൺസുകൾ, ഏകദിന ക്രിക്കറ്റിൽ മാത്രം, ഏകദിനം മാത്രം എടുക്കുകയാണെങ്കിൽ 7,000 റൺസുകൾ നാഴികക്കല്ല് പിന്നിടുന്ന ലോകത്തിലെ തന്നെ ആദ്യ താരം, 10,000 നേടുന്ന ആദ്യ ഇന്ത്യൻ താരവും, എന്നാൽ ഏകദിന ക്രിക്കറ്റിൽ 7,000 റൺസുകൾ നാഴികക്കല്ല് പിന്നിടുന്ന ലോകത്തിലെ തന്നെ ആദ്യ താരവുമാണ് ആര്? നമ്മുടെ മിതാലി രാജ് എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. വനിതാ ഏകദിന ക്രിക്കറ്റ്, ഇവിടെ കോൺട്രിബ്യൂഷൻ കൂടുതൽ ഏകദിന ക്രിക്കറ്റില്ല. വനിതാ ഏകദിന ക്രിക്കറ്റിൽ 50 അർദ്ധ സെഞ്ചുറി, ഹാഫ് സെഞ്ചുറി നേടുന്ന ആദ്യ താരം. ഇവരാകെ മൊത്തം 71 അർദ്ധശതകം നേടിയിട്ടുണ്ട്. അങ്ങനെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 തവണ അർദ്ധ സെഞ്ചുറി നേടുന്ന ലോകത്തിലെ തന്നെ ആദ്യ താരമായി ആര് മാറി? വനിതാ താരമായി ആര് മാറി? മിതാലി രാജ് മാറുന്നു. അതുപോലെ തന്നെ പറയണം നിങ്ങൾ, 6 ഏകദിന ലോകകപ്പ്. ഒരു ലോകകപ്പിനിടയ്ക്കുള്ള ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 4 വർഷമാണ്. അപ്പൊ ഏറ്റവും കുറഞ്ഞ് 24 വർഷം കളിച്ചാൽ മാത്രമേ 6 വേൾഡ് കപ്പ് കളിക്കാൻ പറ്റൂ. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ 6 ഏകദിന ലോകകപ്പ് കളിക്കുന്ന ആദ്യ വനിതാ താരം. അപ്പൊ 6 ഏകദിന ലോകകപ്പ് കളിക്കുന്ന ആദ്യ വനിതാ താരമായി ആര് മാറുന്നുണ്ട്? നമ്മുടെ മിതാലി രാജ് മാറുന്നുണ്ട് എന്ന കാര്യം അവിടെ ഓർക്കുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഏകദിന മത്സരങ്ങൾ നയിച്ച ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു ടീമിനെ ഏറ്റവും കൂടുതൽ ഏകദിന മത്സരങ്ങളിലേക്ക് നയിക്കുന്ന ക്യാപ്റ്റനായും ആര് മാറി? മിതാലി രാജ് മാറി. ഇന്ത്യയെ 155 ഏകദിന മത്സരങ്ങളിൽ അവർ നയിച്ചിട്ടുണ്ട്. ഓക്കെയാണ്, മിതാലി രാജ് സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതിലോട്ട് പോകുന്നു. ദെൻ the queen of Indian women's cricket team, the one and only, yes, സ്മൃതി മന്ദാന. നോക്കാം നമുക്ക്. സ്മൃതി മന്ദാനെ പറ്റി നമ്മൾ അറിയണം. സ്മൃതി മന്ദാനയുടെ സ്വദേശം എവിടെയാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അത് മഹാരാഷ്ട്രയാണ് അവരുടെ സ്വദേശം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയുമാണ്. നോക്കണേടാ, ഒരുപാട് റെക്കോർഡുകൾ ഇവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്ലോട്ടിൽ കളിക്കുന്ന സ്മൃതി മന്ദാന. നോക്കാം നമുക്ക്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. അതായത് നമുക്കറിയാം ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റ് എന്ന് പറയുന്നത് ഏകദിനം, T20, ടെസ്റ്റ്. ഈ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ധൈര്യപൂർവ്വം മറുപടി പറയുക, അത് സ്മൃതി മന്ദാനയാണ്. അപ്പൊ ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരമായി, വനിതാ താരമായി സ്മൃതി മന്ദാന മാറുന്നുണ്ട്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ താരം, ഇതെല്ലാം വനിതാ താരമാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ വനിതാ താരം എന്ന റെക്കോർഡ് 2 പേരാണ് ഹോൾഡ് ചെയ്യുന്നത്. ഒന്ന് മെഗ് ലാനിങ്, ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ ആയിരുന്ന മെഗ് ലാനിങ്, അവർ വിരമിച്ചു പോയി. മെഗ് ലാനിങ്
മെഗ്ലാനിങ്ങിനും 17 സെഞ്ചുറി, ഈ സ്മൃതി മന്ദാനയ്ക്കും എത്ര സെഞ്ചുറി? 17. അപ്പൊ രണ്ടുപേരും 17 സെഞ്ചുറികൾ വീതം നേടുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ മെഗ്ലാനിങ് 17 സെഞ്ചുറി, ഈ സ്മൃതി മന്ദാന 17 സെഞ്ചുറി. കാരണം മെഗ്ലാനിങ് വിരമിച്ചു പോയി. സ്മൃതി മന്ദാനയ്ക്ക് 29 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും അവർക്ക് കരിയർ ഉണ്ട്. അവരിനിയും മറികടക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറികടക്കും, ഒരു സംശയം വേണ്ട. അടുത്തത്, അപ്പൊ ഇപ്പൊ ഈ റെക്കോർഡിൽ രണ്ടുപേരാണ് അർഹത. ഒന്ന് മെഗ്ലാനിങ്ങും പിന്നൊന്ന് സ്മൃതി മന്ദാനയും. രണ്ടുപേർക്കും 17 സെഞ്ചുറി വീതം. അടുത്ത പോയിന്റ്, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരം. ഇത് വനിതകളുടെ കേസ് നോക്കിയാലും പുരുഷന്മാരുടെ കേസിൽ നോക്കിയാലും ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി സ്മൃതി മന്ദാനയാണ്. വിരാട് കോഹ്ലിയുടെ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്ത്. വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് 52 പന്തുകളിൽ സെഞ്ചുറി ആയിരുന്നു. 52 പന്തുകളിൽ സെഞ്ചുറി എന്ന വിരാട് കോഹ്ലിയുടെ റെക്കോർഡാണ് ആര് ബ്രേക്ക് ചെയ്തത്? ഈ പറയപ്പെടുന്ന സ്മൃതി മന്ദാന ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമായി ആര് മാറി? സ്മൃതി മന്ദാന മാറി. ഓസ്ട്രേലിയക്കെതിരെയാണ് അവരുടെ സെഞ്ചുറി നേട്ടം. 50 പന്തുകളിൽ സെഞ്ചുറി. ഓസ്ട്രേലിയക്കെതിരെ 50 പന്തുകളിൽ സെഞ്ചുറി നേടുന്നു നമ്മുടെ സ്മൃതി മന്ദാന. അടുത്ത പോയിന്റ് വളരെ വിലപ്പെട്ട പോയിന്റ് ആണ്. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരം. 2025 വർഷത്തില് അവരാകെ നേടിയത് 1362 റൺസുകളാണ്. അപ്പൊ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസുകൾ നേടുന്ന താരമായി ആര് മാറി? നമ്മുടെ സ്വന്തം സ്മൃതി മന്ദാന മാറുന്നുണ്ട്. 1362 റൺസ് ഒരു വർഷം പിന്നിട്ടു. അടുത്ത പോയിന്റ്, 2024 ICC അവാർഡ് പ്രഖ്യാപിച്ചു. 2024 ടോപ്പ് പെർഫോമർക്കുള്ള പുരസ്കാരം ICC അവാർഡ്സ് 2024 കൊടുത്തത് 2025 ജനുവരി മാസമാണ്. അവിടെ നമ്മുടെ സ്മൃതി മന്ദാന ഏറ്റവും മികച്ച വനിതാ ഏകദിന താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പൊ 2024 ICCയുടെ ഏറ്റവും മികച്ച വനിതാ ഏകദിന താരം. അപ്പൊ 2024 ICCയുടെ ഏറ്റവും മികച്ച വനിതാ ഏകദിന താരമായി ആര് മാറുന്നുണ്ട്? നമ്മുടെ സ്മൃതി മന്ദാന മാറുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഇത്രയും പോയിന്റ്സ് സ്മൃതി മന്ദാനയുമായി ബന്ധപ്പെട്ട് ഓർത്തു വെച്ചേക്കുക. അടുത്ത പോയിന്റ്, അടുത്ത പോയിന്റ്, ജുലൻ ഗോസ്വാമി. ആരാണ് ജുലൻ ഗോസ്വാമി എന്ന് നമ്മൾ പറയണം. ആരാണ് ജുലൻ ഗോസ്വാമി? നമുക്ക് സ്മൃതി നമ്മുടെ ആരെ പോലെ മിതാലി രാജിന്റെ പീരീഡിൽ മിതാലി രാജിനെ പോലെ തന്നെ വിമൻസ് ക്രിക്കറ്റ് ടീമിന്റെ നെടുന്തൂണായിരുന്നു. ബൗളിംഗ് ടീമിന്റെ ഹെഡ് ആയിരുന്നു. ബൗളിംഗ് ടീമിന്റെ മുൻനിര പോരാളിയായിരുന്നു ജുലൻ ഗോസ്വാമി. ഹർമൻപ്രീത് കൗർ മിതാലി രാജിന് കൊടുത്ത ശേഷം ആ കിരീടം കൊണ്ട് കൊടുക്കുന്നത് ജുലൻ ഗോസ്വാമിയുടെ കയ്യിലാണ്. നോക്കണേ, ഇതാണ് നമ്മുടെ ജുലൻ ഗോസ്വാമി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ജുലൻ ഗോസ്വാമി. അവരുടെ കോൺട്രിബ്യൂഷൻ എന്താന്ന് പറയാം, അവരുടെ റെക്കോർഡ് എന്താന്ന് പറയാം. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം. എത്ര വിക്കറ്റാ? 255 വിക്കറ്റുകൾ. അപ്പൊ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം എന്ന റെക്കോർഡ് ആർക്ക് സ്വന്തം? ഇപ്പോഴും ആ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം എന്ന റെക്കോർഡ് ജുലൻ ഗോസ്വാമിയുടെ പേരിലാണ്. 255 വിക്കറ്റുകൾ. അപ്പൊ ഇത്രയും പറഞ്ഞാൽ മാത്രമേ, ഇവരെയൊക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് വിമൻസ് വേൾഡ് കപ്പ് പൂർണ്ണമായി പഠിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു, സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കണേ നിങ്ങൾ, 2025 55ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. മികച്ച ചിത്രം, ഞാൻ മികച്ചത് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, മികച്ചതായതുകൊണ്ടാണല്ലോ കൊടുത്തത്. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ചിദംബരമാണ് ഡയറക്ടർ. അപ്പോ ഏറ്റവും മികച്ച ചിത്രമായി ഇത്തവണ തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. സംവിധായകൻ ചിദംബരമാണ്. ഏറ്റവും മികച്ച രണ്ടാമത്തെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെടുന്നതാകട്ടെ അത് ഫെമിനിച്ചി ഫാത്തിമയാണ്. ഫെമിനിച്ചി ഫാത്തിമ, അതിന്റെ ഡയറക്ടർ ഫാസിൽ മുഹമ്മദ് ആണ്. ഫാസിൽ മുഹമ്മദ്. അപ്പൊ മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. നമുക്ക് മഞ്ഞുമ്മൽ ബോയ്സിന് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് എന്താ പറയാ, ഗുന സിനിമ അല്ലേ, നമ്മുടെ കമലഹാസന്റെ ഗുനാൻ സിനിമയിലെ ഒരു പാട്ടാണ്. ആ പാട്ട് ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു പ്രണയ ഗാനമായിരുന്നു അതിനകത്ത് ചിത്രീകരിച്ചത്. ആ ഗാനം ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആന്തമായി മാറി ഇല്ലേ? ഫ്രണ്ട്ഷിപ്പ് ആന്തമായി മാറുന്നു. ഇത് മനിതർ കാലത്തിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരാ പറയാ, സൗബിൻ ഷാഹിർ
അവനെ പൊക്കിയെടുത്തോണ്ട് ഇങ്ങനെ വരുമ്പോ ആ ഒരു പാട്ടങ്ങ് പ്ലേ ചെയ്യും. ആ സമയത്ത് ആ തിയേറ്ററിലുണ്ടായ ഒരു ഗൂസ്ബ മൊമെന്റ് ഉണ്ട്, ഒന്നും പറഞ്ഞറിയിക്കാൻ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പെരിമെന്റ് ആണ് ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സ്. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. ഇനി മികച്ച രണ്ടാമത് ചിത്രം ഫെമിനിച്ചി ഫാത്തിമ, ഡയറക്റ്റഡ് ബൈ ഫാസിൽ മുഹമ്മദ്. ഇനി മികച്ച ജനപ്രിയ ചിത്രം 2024 തൂക്കിയ പ്രേമലു, ഗിരീഷ് AD ആണ്. ഗിരീഷ് AD ആണ് അതിന്റെ ഡയറക്ടർ. പ്രേമലു നമ്മുടെ നസ്ലിനും അതുപോലെ തന്നെ മമിത ബൈജു തകർത്ത് ആടിയ സിനിമയാണ് പ്രേമലു. അതിലൊരൊറ്റ പടം കൊണ്ട് മമിത ബൈജുവിന്റെ റേഞ്ച് എന്ന് മാറി നമുക്കറിയാം അല്ലേ. ഇപ്പോ ദളപതി വിജയുടെ കൂടെ ഉണ്ട്, സൂര്യയുടെ കൂടെ ഉണ്ട്. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ഡൂഡ് സിനിമ ഇറങ്ങി, അതിലും ആരാണ് ഈ പറയുന്ന മമിത ബൈജു ഉണ്ട്. അപ്പൊ ഒരു തെന്നിന്ത്യൻ സ്റ്റാർ ആയിട്ട് മമിത ബൈജു മാറുന്ന കാഴ്ച നമ്മൾ അതിനുശേഷം കണ്ടതാണ്. ഫെമിനിച്ചി ഫാത്തിമയുടെ ചിത്രം അവിടെ കാണാം. ദെൻ പ്രേമലുവിന്റെ ആ ഒരു പോസ്റ്റർ ഇവിടെ കാണാം. സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ മികച്ച നടൻ ദ വൺ ആൻഡ് ഓൺലി ദ മെഗാസ്റ്റാർ മമ്മൂക്ക, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. മമ്മൂക്കയുടെ ഭ്രമയുഗം എന്ന് പറയപ്പെടുന്ന ആ സിനിമയിലെ ആ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടവർക്കറിയാം. അതിനകത്തൊരു ഇൻട്രോ ഷോട്ട് ഉണ്ട്. മമ്മൂട്ടി കൊടുമൺ പോട്ടിയായിട്ട് അവതരിച്ച് ഒന്ന് കൈചാരിയിരുന്ന് ആ ഒരു പാക്ക് ചവയ്ക്കുന്ന, വെറ്റില ചവക്കുന്ന ഒരു സീനുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് സീൻസ് ഓഫ് മമ്മൂട്ടി. അതാണ് ഭ്രമയുഗത്തിലെ മമ്മൂക്ക എന്ന് പറയുന്നത്. ആ ഒരൊറ്റ സീന് കണ്ട് കൈയടിക്കാത്ത ഒരു മലയാളിയും ഇല്ല എന്ന് വേണം പറയാം. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരൊറ്റ സീന്. ആ ഫ്രണ്ട് ഫസ്റ്റ് മമ്മൂട്ടിയുടെ ഇൻട്രോ ഷോട്ടില് ആ ഒരു വെറ്റ മുറുക്കുന്ന ആ ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ആ മമ്മൂക്കയല്ലാതെ മറ്റാരാണ് ഇത്തവണ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെടുക? മികച്ച നടൻ മമ്മൂക്ക ഫോർ ദ മൂവി ഭ്രമയുഗം. ഇതോടുകൂടി മമ്മൂക്കയുടെ കയ്യിൽ 7ാമത്തെ സ്റ്റേറ്റ് അവാർഡ് എത്തി. ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 7 തവണ തൂക്കിയ നടനാണ് നമ്മുടെ മമ്മൂക്ക അല്ലേ. 7ാമത്തെ തവണയാണ് മമ്മൂക്ക തൂക്കുന്നത്. ഇതോടുകൂടി ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ നടൻ എന്ന റെക്കോർഡ് മമ്മൂക്കയ്ക്ക് സ്വന്തം. 2ാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്, മോഹൻലാലാണ്. 6 തവണ മോഹൻലാലിന്, 7 തവണ മമ്മൂക്കയ്ക്ക്. സെറ്റ്. ഇനി നടിമാരിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്നത് നടിയുടെ കാറ്റഗറിയിലാണെങ്കിൽ അത് ഉർവശിയാണ്. 6 തവണ. ഇത്തവണ മികച്ച നടൻ മമ്മൂക്ക. മികച്ച നടി ഷംല ഹംസ ഫോർ ദ മൂവി ഫെമിനിച്ചി ഫാത്തിമ. അപ്പൊ ഫെമിനിച്ചി ഫാത്തിമ അല്ല പെർഫോമൻസിന് ഷംല ഹംസ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഷംല ഹംസ. മികച്ച സംവിധായകൻ മറ്റാരുമല്ല, മഞ്ഞുമൽ ബോയ്സിലെ സംവിധായകനായിട്ടുള്ള ചിദംബരം മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ അഥവാ നവാഗത സംവിധാനത്തിലുള്ള പുരസ്കാരം നേടുന്നു ഫാസിൽ മുഹമ്മദ് ഫോർ ദ മൂവി ഫെമിനിച്ചി ഫാത്തിമ. മികച്ച 2ാമത്തെ സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ഫെമിനിച്ചി ഫാത്തിമയുടെ ഡയറക്ടറായ ഫാസിൽ മുഹമ്മദ് ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ അഥവാ നവാഗത സംവിധാനത്തിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നുണ്ട്. ഇതാണ് ചിദംബരം കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. മികച്ച സ്വഭാവ നടനാര്, മികച്ച സ്വഭാവ നടിയാര് എന്നാണ് ചോദ്യം. മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ ആണ്. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. 2 പേരാണ്. ഒന്ന് മഞ്ഞുമൽ ബോയ്സിലെ പെർഫോമൻസിന് സൗബിൻ ഷാഹിറും, അതുപോലെ തന്നെ ഭ്രമയുഗത്തിലെ പെർഫോമൻസിന് സിദ്ധാർത്ഥ് ഭരതനും മികച്ച സ്വഭാവ നടന്മാരായി തെരഞ്ഞെടുക്കപ്പെടുന്നു. ഇനി മികച്ച സ്വഭാവ നടി ആര് എന്ന് ചോദിച്ചാൽ അത് ലിജോ മോൾ ജോസ് ആണ്. ലിജോ മോൾ ജോസ്. ചിത്രത്തിന്റെ പേര് നടന്ന സംഭവം. അപ്പൊ സ്വഭാവ നടൻ 2 പേര്, സൗബിൻ ഷാഹിറും അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനുമാണ്. സൗബിൻ ഷാഹിർ ഫോർ ദ മൂവി മഞ്ഞുമൽ ബോയ്സ് ആൻഡ് സിദ്ധാർത്ഥ് ഭരതൻ ഫോർ ദ മൂവി ഭ്രമയുഗം. സ്വഭാവ നടി ലിജോ മോൾ ജോസ് ഫോർ ദ മൂവി നടന്ന സംഭവം. 2 പേരെ അവിടെ കാണാം. സൗബിനെയും കാണാം, സിദ്ധാർത്ഥ് ഭരതനെയും കാണാം. ഈ പറയപ്പെടുന്ന ഇനി സ്വഭാവ നടി ലിജോ മോൾ ജോസും ഗായകൻ KS ഹരിശങ്കറും ഗായിക സബാ ടോമിയുമാണ്. അപ്പോ ഗായകൻ KS ഹരിശങ്കറും ഗായിക സബാ ടോമിയും. ഇനി ഏറ്റവും കൂടുതൽ വിവാദമായ ഒരു പുരസ്കാരമാണ് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം. അത് ലഭിക്കുന്നത് വേടനാണ് ലഭിക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രത്തിലെ വരികൾക്ക് മികച്ച ഗാനരചയിതാവായി വേടൻ തിരഞ്ഞെടുക്കുന്നു. പക്ഷെ വലിയ രീതിയിൽ ആൾക്കാർ വിമർശിച്ച, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട, വിമർശന വിധേയമാക്കപ്പെട്ട ഒരു അവാർഡായിരുന്നു ഇത്. അപ്പോ അതുകൊണ്ട് തന്നെ അതൊരു ചർച്ച ചെയ്യപ്പെട്ട, സമൂഹത്തിൽ 2 പക്ഷം ഉണ്ടായി ആ ഒരു അവാർഡിന്റെ പേരിൽ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വിവാദങ്ങളുണ്ടോ അവിടെ കേരള PSC ഉണ്ട്. അതുകൊണ്ട് അത് ചോദ്യമായി വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. മികച്ച ഗാനരചയിതാവ് വേടനാണ്. മഞ്ഞുമൽ ബോയ്സിലെ ഗാനങ്ങൾക്ക് നോക്കണേ നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് മികച്ച
ഗാനരചയിതാവായിട്ടുള്ള വേടനെ ഇവിടെ കാണാം. അതുപോലെ തന്നെ സ്വഭാവ നടിയായിട്ടുള്ള ലിജോ മോൾ ജോസിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി മികച്ച തിരക്കഥ. തിരക്കഥയ്ക്കകത്ത് 2 കാറ്റഗറി ഉണ്ട്. ഒറിജിനലും ഉണ്ട്, അവലംബിതവും ഉണ്ട്. ഒറിജിനൽ കാറ്റഗറിയും അതുപോലെ തന്നെ അഡാപ്റ്റഡ് കാറ്റഗറിയും. എന്താണ് ഒറിജിനലും അഡാപ്റ്റഡും തമ്മിലുള്ള വ്യത്യാസം എന്നറിയണം. ഇവിടെ കേൾക്കണേ. ഇപ്പൊ എന്റെ മനസ്സിൽ ഒരു കഥയുണ്ട്, ആ കഥ എനിക്ക് സിനിമയാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ കഥയെ ബേസ് ചെയ്തുകൊണ്ട് ഞാനൊരു തിരക്കഥ ഉണ്ടാക്കും. ആ തിരക്കഥ വെച്ച് ഞാൻ സിനിമ എടുക്കും, അല്ലെ? ആത്യന്തികമായി അത് എന്റെ മനസ്സിലുണ്ടായ കഥയാണ്, അതാണ് ഒറിജിനൽ. ഓക്കെ, ഇനി എന്താണ് അഡാപ്റ്റഡ്? MT വാസുദേവൻ നായരുടെ ഒരു നോവൽ ഞാൻ വായിച്ചു. ആ നോവൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്കത് സിനിമയാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ കഥയെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു തിരക്കഥ ഉണ്ടാക്കും. ആ തിരക്കഥ വെച്ച് അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടി, MT യുടെ സമ്മതത്തോടു കൂടി ഞാൻ ആ നോവലിനെ മേടിച്ച് അതിനെ ബേസ് ചെയ്തൊരു തിരക്കഥ ഉണ്ടാക്കും. ആ തിരക്കഥ വെച്ച് ഞാൻ എന്ത് ചെയ്യും? ഒരു സിനിമ എടുക്കും. ആത്യന്തികമായി അത് എന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ കഥയല്ല. MT കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് എഴുതിയ സാധനത്തിനെ ഞാൻ പോയി ചോദിച്ചിട്ട് അതിനെ ബേസ് ചെയ്തൊരു തിരക്കഥ ഉണ്ടാക്കിയത്. അതാണ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ അഥവാ അവലംബിത തിരക്കഥ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആടുജീവിതം. ആടുജീവിതം എന്ന് പറയുന്നത് ബെന്യാമിന്റെ നോവലാണ്. ബ്ലസ്സി അതിനെ പോയി ചോദിച്ച് അതിനെ ബേസ് ചെയ്ത് ഒരു തിരക്കഥ ഉണ്ടാക്കി. അതാണ് അവലംബ തിരക്കഥ. കഴിഞ്ഞ കൊല്ലം ബ്ലസ്സി കിട്ടി. ഇവിടെ നോക്കാം, മികച്ച തിരക്കഥ ഒറിജിനൽ നേടുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്, ചിദംബരം. ഓക്കെ, ചിദംബരമാണ് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. മഞ്ഞുമ്മൽ ബോയ്സ് ആണ് മികച്ച തിരക്കഥ ഒറിജിനൽ കാറ്റഗറിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇനി മികച്ച തിരക്കഥ അഡാപ്റ്റഡ് അവലംബിത വിഭാഗത്തിൽ അത് ബൊഗെയിൻ വില്ലയാണ്. ബൊഗെയിൻ വില്ല സിനിമ നമ്മൾ കണ്ടതാണ്. അമൽ നീരദും അതുപോലെ തന്നെ ലാജോ ജോസുമാണ് തിരക്കഥാകൃത്തുക്കൾ. അമൽ നീരദ് നമ്മുടെ ലാജോ ജോസിന്റെ റൂത്തിന്റെ ലോകം, ലാജോ ജോസിന്റെ റൂത്തിന്റെ ലോകം എന്ന നോവലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. ഓർത്തു വെക്കാൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. ബൊഗെയിൻ വില്ല സിനിമ ഏത് നോവലിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? അത് ലാജോ ജോസിന്റെ റൂത്തിന്റെ ലോകം. ലാജോ ജോസിന്റെ റൂത്തിന്റെ ലോകം എന്ന് പറയപ്പെടുന്ന തിരക്കഥ മീൻസ് നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ബൊഗെയിൻ വില്ല. അത് മികച്ച അവലംബിത തിരക്കഥയായി തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ഇനി മികച്ച ഛായാഗ്രഹണം അഥവാ സിനിമാറ്റോഗ്രഫി ക്യാമറ ഉള്ള പുരസ്കാരം അത് ലഭിക്കുന്നത് ഷൈജു ഖാലിദാണ്. ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. ഇനി ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചത് 4 പേർക്കാണ്. ഒന്ന് നമ്മുടെ സ്വന്തം ആസിഫ് അലി ഫോർ ദ മൂവി കിഷ്കിന്ദ കാണ്ഡം, ടൊവിനോ തോമസ് ഫോർ ദ മൂവി ARM, ജ്യോതിർമയി ഫോർ ദ മൂവി ബൊഗെയിൻവില്ല, ദെൻ ദർശന രാജേന്ദ്രൻ. ഈ 4 പേർക്കാണ് ജൂറിയുടെ പ്രത്യേക പുരസ്കാരം ലഭിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഇനി അടുത്ത പോയിന്റ്, വനിത ഓർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള പ്രത്യേക പുരസ്കാരം നേടിയത് ആര് എന്നാണ് ചോദ്യം. വനിത ഓർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള പ്രത്യേക പുരസ്കാരത്തിന് അർഹനാവുന്നത് അത് പായൽ കപാഡിയാണ്. ചിത്രം ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന പായൽ കപാഡിയ, ആ ചിത്രത്തിന് പായൽ കപാഡിയ വനിത ഓർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള പ്രത്യേക പുരസ്കാരത്തിന് അർഹയാവുന്നു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം അത് ചരിത്രത്തിൽ ഇടനീളുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് 10 അവാർഡുകൾ. ഇതുവരെയുള്ള ഈ 55 ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ ചരിത്രത്തിൽ ഒരു തവണ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രമായിട്ട് ഏത് മാറി? മഞ്ഞുമ്മൽ ബോയ്സ് 10 അവാർഡ്. കഴിഞ്ഞ തവണ അത് ആടുജീവിതം 9 കിട്ടി, ഇവിടെ 10. അപ്പൊ ഏറ്റവും കൂടുതൽ ഇത് 55ാമത് കേരള സ്റ്റേറ്റ് അവാർഡിന്റെ ചരിത്രത്തിൽ, 55 എന്നല്ല കേരള സ്റ്റേറ്റ് അവാർഡിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ തൂക്കിയ സിനിമയായി ആര് മാറി? മഞ്ഞുമ്മൽ ബോയ്സ് മാറി. 10 എണ്ണം ഓർത്ത് വെച്ചേക്കുക. ദെൻ ഇത്രയും അവാർഡ് നൽകിയ മഹാമനുഷ്യൻ, ജൂറി ചെയർമാൻ തവണാണ്ടുള്ളി പ്രകാശ് രാജ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രകാശ് രാജിനെ അറിഞ്ഞുകൂടാത്ത മലയാളി ഇല്ല അല്ലേ? പാണ്ടിപ്പട സിനിമയിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദളപതി വിജയുടെ ഗില്ലി എന്ന് പറയുന്ന പടത്തിനകത്ത് ഹായ് ചെല്ലാം എന്ന് പറയുന്ന ഒരു ഡയലോഗായിട്ട് വരുന്ന പ്രകാശ് രാജിനെ നമ്മുടെ മനസ്സിലുണ്ട്. ആ പ്രകാശ് രാജാണ് ജൂറി ചെയർമാൻ. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായ ഡിസിഷൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ഈ 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ ജൂറി പുരസ്കാര നിർണയ സമിതിയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഉൾപ്പെടുന്നു. ആ ട്രാൻസ്ജെൻഡർ പേരാണ് വിജയരാജമല്ലിക. വിജയരാജമല്ലിക എന്ന ട്രാൻസ്ജെൻഡർ ആണ് ഈ പറയുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ജൂറിയുടെ അംഗമായി മാറുന്നു. വിജയരാജമല്ലിക സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയിൽ ഉൾപ്പെട്ട ആദ്യ ട്രാൻസ്ജെൻഡർ വിജയരാജമല്ലിക. വിജയരാജ മല്ലികയാണ് എന്ന കാര്യം നിങ്ങൾ അവിടെ ഓർക്കുക. അവരെ പറ്റി പറയുമ്പോൾ അവരൊരു പോയറ്റാണ്, ഒരു കവയിത്രിയാണ് ഈ പറയപ്പെടുന്ന വിജയരാജമല്ലിക. സെറ്റ്.
അപ്പൊ ഇതോടുകൂടി 55ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഏഷ്യ കപ്പ് 2025 ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു വേൾഡ് കപ്പ്, ഒരു ഏഷ്യ കപ്പ് ആയിരുന്നു ഈ പറയുന്ന 2020 ഏഷ്യ കപ്പ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധക്കളത്തിലല്ലാതെ കളിക്കളത്തിലും ആ ഒരു ആവേശവും വീറും വാശിയും നീണ്ടുനിന്ന ഒരു യുദ്ധമായിരുന്നു ഈ പറയുന്ന ഏഷ്യ കപ്പ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ഏഷ്യ കപ്പിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 1984 ഏഷ്യ കപ്പിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ശ്രദ്ധിക്കണേ. അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ നടന്നത് ഏഷ്യ കപ്പിന്റെ ചരിത്രത്തിലെ എത്രാമത്തെ എഡിഷൻ ആണ്, എത്രാമത്തെ പതിപ്പാണ് എന്ന് ചോദിച്ചാൽ അത് 17ാമത്തെ എഡിഷൻ ആണ്. ഇത്തവണത്തെ ഏഷ്യ കപ്പിന്റെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് UAE. അപ്പോ ഇത്തവണത്തെ ഏഷ്യ കപ്പിന്റെ വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? UAE ആയിരുന്നു വേദി. ദ ടോട്ടൽ ടീം പാർട്ടിസിപ്പേറ്റഡ്. ആകെ എത്ര ടീമുകളാണ് പങ്കെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ആകെ മൊത്തം 8 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ 8 ടീമുകളും കൂടെ ചേർന്ന് ഫൈനൽ ഉൾപ്പെടെ എത്ര മത്സരം നടന്നു എന്ന് ചോദിച്ചാൽ അത് 19 മത്സരങ്ങൾ നടക്കുന്നുണ്ട്. എന്ന് മുതൽ എന്ന് വരെയാണ് ഇത്തവണത്തെ ഏഷ്യ കപ്പ് നടക്കുന്നത്? 2025 സെപ്റ്റംബർ മാസം 9 മുതൽ 2025 സെപ്റ്റംബർ 28 വരെയാണ് ഇത്തവണത്തെ ഏഷ്യ കപ്പ് അരങ്ങേറിയത്. ഇത്തവണ ഫൈനലിൽ ഏറ്റുമുട്ടിയത് മറ്റാരുമില്ല, ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. ഈ ടൂർണമെന്റിൽ ഇത് 3ാം തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നത്. 3 തവണയും ഇന്ത്യയോട് പരാജയപ്പെട്ടു ഈ പറയുന്ന പാക് പട. വലിയ രീതിയിൽ വിവാദമായി. കാരണം നമ്മുടെ ഈ ടോസ് 3 കളിയിലും ആദ്യത്തെ കളിയിൽ ടോസ് കഴിഞ്ഞിട്ട് ക്യാപ്റ്റന്മാർ തമ്മിൽ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. എന്നാൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ ക്യാപ്റ്റന് ഷേക്ക് ഹാൻഡ് കൊടുത്തില്ല. ഷേക്ക് ഹാൻഡ് കൊടുക്കാതെ മടങ്ങി. തിരിച്ച് കളിയെല്ലാം കഴിയുമ്പോൾ താരങ്ങൾ തമ്മിൽ ഹസ്തദാനം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. ആ ഹസ്തദാനം ഇന്ത്യ ബഹിഷ്കരിച്ചു. പാകിസ്ഥാൻ പട അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യ എന്ത് ചെയ്തു? പോയിട്ട് നേരെ എല്ലാ താരങ്ങളും റൂമിനകത്തോട്ട് കയറി ഡ്രസ്സിംഗ് റൂമിൽ കയറിയിട്ട് പാകിസ്ഥാൻ താരങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതെ കഥ അടച്ചു. അങ്ങനെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു ആ ഒരു പ്രകടനം എന്ന് പറയുന്നത്. അങ്ങനെ 3 തവണയും പാകിസ്ഥാനെ നമ്മൾ ഏഷ്യ കപ്പിൽ പരാജയപ്പെടുന്നുണ്ട്. വിജയികളായി മാറിയത് ഇന്ത്യ, റണ്ണറപ്പ് പാകിസ്ഥാൻ. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, പാകിസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ. ദെൻ അവസാനം കപ്പ് ഉയർത്തിയപ്പോ നമുക്കറിയാം നമ്മുടെ സഞ്ജുവും ഒരു നിർണായക പങ്ക് വഹിച്ചു. സഞ്ജുവും തിലക് വർമ്മയും കൂടിയുള്ള ഒരു പാർട്ണർഷിപ്പാണ് കളി കണ്ടവർക്കറിയാം കിരീടത്തിലേക്ക് നയിക്കുന്നത്. ഇനി ഇവിടെ അവസാനം നമ്മുടെ ട്രോഫി മേടിക്കാനായിട്ട് ഒരു പാകിസ്ഥാൻ മന്ത്രിയാണ് ട്രോഫി സമ്മാനിക്കാൻ വന്നത്. അപ്പൊ ഇന്ത്യ പറഞ്ഞു പാകിസ്ഥാന്റെ കയ്യിൽ നിന്നുള്ള ട്രോഫി, ആ മന്ത്രിയുടെ കയ്യിൽ ട്രോഫി ഞങ്ങൾ മേടിക്കത്തില്ല എന്ന് പറഞ്ഞു. ഇതിൽ വിറളി പൂണ്ട പാകിസ്ഥാന്റെ മന്ത്രി ആ ട്രോഫിയും കൊണ്ട് എന്ത് ചെയ്തു? നാട്ടിലേക്ക് പോയി, ഫ്ലൈറ്റ് കയറിപ്പോയി. അതിനുശേഷം ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് ട്രോഫി നിങ്ങൾ മേടിക്കുന്നില്ല നിലപാടിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് അർഷദീപ് സിംഗ്, ഇന്ത്യൻ ടീമിന്റെ ഒരു പ്ലെയറായ അർഷദീപ് സിംഗിന് ഒരു ഐഡിയ തോന്നി. അർഷദീപ് സിംഗ് എന്ത് ചെയ്യുന്നറിയാം? ഇതാണ് അർഷദീപ് സിംഗ്. അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്ക് ക്യാപ്റ്റനോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ നടത്തിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ സൂര്യകുമാർ യാദവ് ഒരു ട്രോഫി ഇല്ലാതെ ഒരു സെലിബ്രേഷൻ നടത്തി. ആ സെലിബ്രേഷൻ വലിയ രീതിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ വലിയ രീതിയിൽ അടയാളപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഒരു ട്രോഫി ലെസ് സെലിബ്രേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജുവിനെ നിങ്ങൾക്ക് അവിടെ കാണാം. അങ്ങനെ ഫൈനലിലെ താരം തിലക് വർമ്മയുടെ ബാറ്റിംഗ് മികവിൽ ഫൈനലില് ഇന്ത്യ കപ്പടിക്കുന്നുണ്ട്. ഈ ടൂർണമെന്റിലുടനീളം ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇറങ്ങി മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത അഭിഷേക് ശർമ്മ മികച്ച ടൂർണമെന്റിലെ താരമായി മാറുന്നുണ്ട്. ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയത് ആര് തന്നെ? അഭിഷേക് ശർമ്മ തന്നെയാണ്. 314 റൺസുകൾ. ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരമായി മാറുന്നത് അത് കുൽദീപ് യാദവ് ആണ്, 17 വിക്കറ്റുകൾ. അപ്പൊ ഇന്ത്യൻ താരമായ കുൽദീപ് യാദവ്, ഇന്ത്യൻ താരമായ അഭിഷേക് ശർമ്മ രണ്ടുപേരുമാണ് കൂടുതൽ റൺസ് നേടിയത് അഭിഷേക് ശർമ്മയും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് കുൽദീപ് യാദവുമാണ്. ഏഷ്യ കപ്പിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 1984 ഏറ്റവും കൂടുതൽ തവണ ഏഷ്യ കപ്പ് കിരീടത്തിൽ മുത്തമിട്ട ടീമായി നമ്മുടെ സ്വന്തം ഇന്ത്യ മാറുന്നുണ്ട്. 9 തവണ ഇന്ത്യ ഏഷ്യ കപ്പിൽ മുത്തമിടുന്നു. തിലക് വർമ്മ ഫൈനലിലെ താരം, അഭിഷേക് ശർമ്മ ടൂർണമെന്റിലെ താരം. അപ്പൊ ഏഷ്യ കപ്പ് കഴിഞ്ഞു. ലാസ്റ്റ് ടോപ്പിക് കേരള അവാർഡ്സ് 2025. ശ്രദ്ധിക്കണടാ, കേരള പുരസ്കാരം അല്ലേ? ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ ഒരു പൗരന് നൽകുന്ന ഹയസ്റ്റ് സിവിലിയൻ ഓണർ.
അതായത് പത്മ പുരസ്കാരത്തിന്റെ മാതൃകയിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ച പുരസ്കാരമാണ് കേരള പുരസ്കാരം. മറ്റു പല സംസ്ഥാനങ്ങൾക്കും പണ്ട് മുതലേ അവരുടെ തനതായിട്ടുള്ള സിവിലിയൻ ബഹുമതി ഉണ്ട്. പക്ഷെ കേരളത്തിന് 2022 മുമ്പ് വരെ അങ്ങനെ ഒരു അവാർഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള പുരസ്കാരം അങ്ങനെ അന്നത്തെ പിണറായി സർക്കാരിന്റെ തലയിൽ ഒരു സ്പാർക്ക് ഉദിക്കുന്നത്, നമുക്കും എന്ത് വേണം, സ്വന്തമായിട്ട് സിവിലിയൻ ബഹുമതി കൊടുക്കണമെന്ന ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് 2022 നവംബർ മാസം 1-ാം തീയതി പ്രഥമ കേരള പുരസ്കാരം പ്രഖ്യാപിക്കുന്നു. പ്രധാനമായും 3 പുരസ്കാരങ്ങൾ: കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ. കേരള ജ്യോതി ഒരാൾക്കേ കൊടുക്കത്തുള്ളൂ. കേരള പ്രഭ പരമാവധി 3 പേർക്ക്, കേരള ശ്രീ പരമാവധി 6 പേർക്ക്. ഈ രീതിക്കാണ് നൽകി വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ പത്മ പുരസ്കാര മാതൃകയിൽ കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരമാണ് കേരള പുരസ്കാരം. എല്ലാ വർഷവും കേരളപ്പിറവി ദിനമായ നവംബർ 1-ന് പ്രഖ്യാപിക്കുന്നു. നൽകി തുടങ്ങിയത് 2020 നവംബർ മാസം 1 കേരളപ്പിറവി ദിനത്തിൽ. ഇത്തവണ കേരള ജ്യോതി ഒരാൾക്കാണ്, കേരള പ്രഭ 2 പേർക്ക്, കേരള ശ്രീ 5 പേർക്ക്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് 3 രീതി ചോദ്യം പ്രതീക്ഷിക്കാം. ഒന്ന്, ബേസിക് ചോദ്യം, കേരള ജ്യോതി എത്ര പേർക്ക് കിട്ടി, കേരള പ്രഭ എത്ര പേർക്ക് കിട്ടി, കേരള ശ്രീ ആർക്ക് കിട്ടി, എത്ര പേർക്ക് കിട്ടി ചോദിക്കാം. 2, ഇവരുടെ മേഖല ചോദിക്കാം. ഇപ്പൊ 2025 കേരള ജ്യോതി പുരസ്കാരം നേടി ഇന്ന വ്യക്തി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാം. ഇവരുടെ മേഖല ചോദിക്കാം. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേരള ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പൊ താഴെ പറയുന്നപ്പോ 5 പേർക്ക് കൊടുത്തില്ലേ, ഒരു 3 പേരെ കൊടുത്തിട്ട് ഒരുത്തിനെ മാറ്റി കൊടുത്തില്ല, ഇതിൽ ആർക്കാണ് കേരള ശ്രീ കിട്ടാത്തത് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. പിന്നെ സ്റ്റേറ്റ്മെന്റ് രൂപേണൊക്കെ ചോദിക്കാം. നോക്കാം നമുക്ക്. കേരള ജ്യോതി പുരസ്കാരം ഇത്തവണ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഏറ്റവും അർഹമായ ഗ്രഹങ്ങളാണ്. ഫസ്റ്റ് കേരള ജ്യോതി കിട്ടിയത് MTക്കാണ്. ഫസ്റ്റ് കിട്ടിയത് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർക്കാണ് പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിക്കുന്നത് 2022. ഇപ്പോൾ ലഭിക്കുന്നത് ഡോക്ടർ MR രാഘവ വാര്യർ. ആരാണ് ഡോക്ടർ MR രാഘവ വാര്യർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു എന്താ പറയാ, ഒരു അധ്യാപകനാണ്. അദ്ദേഹം ഒരു ഹിസ്റ്റോറിയനാണ്. അപ്പൊ മേഖല വിദ്യാഭ്യാസം എന്ന മേഖലയില് ഡോക്ടർ MR രാഘവ വാര്യർക്കാണ് ഇത്തവണ കേരള സർക്കാർ കേരള ജ്യോതി പുരസ്കാരം നൽകി ആദരിക്കുന്നത്. ഡോക്ടർ MR രാഘവ വാര്യർ. അതേപറ്റി പറയുമ്പോൾ തന്നെ സ്വദേശം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയാണ്. അദ്ദേഹം ഒരു ചരിത്ര പണ്ഡിതനാണ്, അധ്യാപകനാണ്, എപ്പിഗ്രാഫിസ്റ്റ് എന്ന് പറയുന്ന ശിലാലിഖിതങ്ങളൊക്കെ ഇല്ലേ, എപ്പിഗ്രഫി എന്ന് പറയുന്നത് നമ്മുടെ ഈ ശിലാലിഖിതങ്ങളിലൊക്കെ ഉള്ള അതൊക്കെ പഠിക്കുന്ന ആ ഒരു ഇതിനെയാണ് എപ്പിഗ്രഫി എന്ന് പറയുക. ആ എപ്പിഗ്രഫിസ്റ്റ് ആണ് ഈ പറയുന്ന നമ്മുടെ ഈ വ്യക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം ഇടയ്ക്കൽ ഗുഹ പഠനങ്ങളിലെ വിദഗ്ധൻ കൂടിയാണ് നമ്മുടെ ഡോക്ടർ MR രാഘവ വാര്യർ എന്ന കാര്യം ഓർക്കുക. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 കൃതികളുണ്ട്. ഒന്ന് കേരള സാംസ്കാരിക ചരിത്രവും മറ്റൊന്ന് ജൈനമതം കേരളത്തിൽ എന്നുള്ളതും. അപ്പൊ 2 പ്രധാനപ്പെട്ട കൃതികളാണ് അദ്ദേഹത്തിൻ്റെത്. ഒന്ന് കേരള സാംസ്കാരിക ചരിത്രവും അതുപോലെ തന്നെ ജൈനമതം കേരളത്തിൽ. ഈ 2 കൃതികളുമാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയ 2 പ്രധാനപ്പെട്ട കൃതികൾ എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. അപ്പോൾ അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ചരിത്രകാരൻ, അധ്യാപകൻ, എപ്പിഗ്രാഫിസ്റ്റ്. സെറ്റ്. കേരള പ്രഭ പുരസ്കാരം 2 പേർക്കാണ് ലഭിക്കുന്നത്. ആരാണ് 2 പേർ? ഒന്ന് ഒരു കർഷകനാണ്, അനീഷ് പി ബി എന്ന് പറയപ്പെടുന്ന കർഷകനാണ്. അദ്ദേഹം വളരെ രീതിയിൽ കഷ്ടപ്പെട്ട് 10-30ഓളം ഏക്കറുകൾ പാട്ടത്തിനെടുത്താണ് അദ്ദേഹം കൃഷി ചെയ്തത്. കടക്കഴിയിലൊക്കെ ആയിരുന്ന അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അദ്ദേഹം നേടിയ വിജയമാണത്. അദ്ദേഹത്തിന്റെ അനീഷ് പി ബി നിങ്ങൾക്ക് കാണാം. അദ്ദേഹത്തിന്റെ പ്രത്യേകത സ്വദേശം കണ്ണൂരാണ്. കൃഷിയിടത്തിൽ ഹൈടെക് കൃഷി രീതി അവലംബിച്ചു. അതായത് ടെക്നോളജി ബേസിനെ, നല്ല ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ആ ടെക്നോളജിയെ വളരെ കൃത്യമായി തന്റെ കൃഷിയിടത്തിൽ അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അങ്ങനെ ടെക്നോളജി ബേസ്ഡ് കൃഷി അവലംബിച്ചതിനാണ് അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്, ആ ഒരു നേട്ടത്തിന് അർഹനാവുന്നത്. കൃഷി വകുപ്പിന്റെ കർഷകോത്തമ പുരസ്കാരം നേടിയ വ്യക്തിയാണ്. കൃഷി വകുപ്പിന്റെ കർഷകോത്തമ പുരസ്കാര ജേതാവ് കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന അനീഷ് എന്ന കാര്യം ഓർക്കുക. അനീഷ് പി ബി, ഇദ്ദേഹമാണ് നമ്മുടെ അനീഷ് പി ബി എന്ന കാര്യം കൂടെ ഓർക്കുക. കണ്ണൂരാണ്, ഹൈടെക് കൃഷി രീതി അവലംബിച്ച വ്യക്തി, കർഷകൻ, ഓർത്തു വെച്ചേക്കാം. അപ്പൊ അനീഷ് പി ബി ഏത് മേഖല? കാർഷികം. ദെൻ രാജശ്രീ വാര്യർ കലാമേഖലയാണ്. ആ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം, നൃത്തകല. അവര് ഭരതനാട്യ വേഷമാണ് നിൽക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. ഇത് അവരുടെ ഒറിജിനൽ രൂപം, മേക്കപ്പ് ഒന്നും ഇല്ല നിൽക്കുന്ന ഒരു രൂപം. രണ്ടും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആ ചിത്രം അവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവിടെ കൊടുത്തത്. ഓക്കെ അല്ലേ? അപ്പൊ രാജശ്രീ വാര്യർ കലയാണ് മേഖല. ഇവരെ പറ്റി പറയുമ്പോൾ സ്വദേശം തിരുവനന്തപുരം ജില്ലയാണ്.
ഭരതനാട്യ നർത്തകി, അതാണ് പോയിന്റ്. ഇവർ ഏത് നൃത്തകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരതനാട്യ നർത്തകിയാണ് നമ്മുടെ രാജശ്രീ വാര്യർ എന്ന് പറയുന്നത്. അവരുടെ 2 സുപ്രധാനപ്പെട്ട കൃതികളാണ്, ഒന്ന് നർത്തകിയും അതുപോലെ തന്നെ നൃത്തകലയും. ഒരു നല്ലൊരു എഴുത്തുകാരിയാണ്, അധ്യാപികയാണ് ഈ പറയുന്ന രാജശ്രീ വാര്യർ. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഭരതനാട്യം, അത് തന്നെയാണ്. അപ്പൊ കൃതികൾ നർത്തകിയും നൃത്തകലയും, നർത്തകിയും നൃത്തകലയും. കേരള ശ്രീ പുരസ്കാരം ഇത്തവണ 5 പേർക്കാണ് ലഭിക്കുന്നത്. ആരൊക്കെയാണ് ആ 5 പേരെ നമുക്ക് നോക്കാം. അതിൽ ആദ്യ വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമുക്ക് ഇദ്ദേഹത്തെ ഫെമിലിയർ ആണ്. ശശികുമാർ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ് ശശികുമാർ. അദ്ദേഹം തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. അദ്ദേഹത്തെ നമുക്ക് സുപരിചിതമായിട്ടുള്ള നമ്മുടെ ലൗഡ് സ്പീക്കർ, മമ്മൂട്ടിയുടെ ലൗഡ് സ്പീക്കർ സിനിമ കണ്ടവർക്ക് ഇദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. ആ സിനിമയിൽ ഇതാണ് നമ്മുടെ ശശികുമാർ. ലൗഡ് സ്പീക്കർ സിനിമയിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ മിക്കവാറും 4-5 സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വന്തമായിട്ട് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു ഹിന്ദി ചിത്രമുണ്ട്. ആ ഹിന്ദി ചിത്രത്തിന്റെ പേരാണ് കായാ തരൺ. അപ്പൊ കായാ തരൺ എന്ന ഹിന്ദി ചിത്രത്തിന്റെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത വ്യക്തിയാണ് ശശികുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ. ബേസിക്കലി അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. അപ്പൊ മാധ്യമ പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ കൂടുതൽ എന്ന കാര്യം ഓർക്കുക. ശശികുമാർ മാധ്യമ പ്രവർത്തനം എന്ന മേഖലയിലെ കോൺട്രിബ്യൂഷന് ഇത്തവണത്തെ കേരളാശ്രീ പുരസ്കാരം ലഭിക്കുന്നു. ദെൻ ഷഹൽ ഹസൻ മുസലിയാർ, വിദ്യാഭ്യാസമാണ് മേഖല. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോ കൊല്ലം സ്വദേശിയാണ്. TKM എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. TKM, തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ, ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് TKM കോളേജ്. കൊല്ലത്ത് ഞാൻ പോയിട്ടുണ്ട്. TKM കോളേജ്, കൊല്ലത്തുള്ള തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജ്. TKM കോളേജ് ഓഫ് ദ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ കേരള. ആ TKM കോളേജിന്റെ, ആ ട്രസ്റ്റിന്റെ ചെയർമാനാണ് ഇദ്ദേഹം. ഷഹൽ ഹസൻ മുസ്ലിയാർ. വിദ്യാഭ്യാസം എന്ന മേഖലയിലെ അധ്യാപകനാണ് അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിലെ TKM ട്രസ്റ്റിന്റെ ചെയർമാനൊക്കെ കൂടിയാണ് നമ്മുടെ ഷഹൽ ഹസൻ മുസ്ലിയാർക്ക് ഇത്തവണ കേരള സർക്കാർ വിദ്യാഭ്യാസം എന്ന മേഖലയിൽ കേരളാശ്രീ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ദെൻ വിമൽ ഗോവിന്ദ് MK, ഒരു യൂത്തിന്റെ ഒരു ഐക്കണായിട്ടുള്ള വിമൽ ഗോവിന്ദ് MK, ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർട്ടപ്പ് ആണ്. സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് പുതിയൊരു സംരംഭം തുടങ്ങി അതിനെ വിജയിപ്പിച്ച വ്യക്തി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കുന്നത്. അദ്ദേഹം ബേസിക്കലി ഒരു റോബോട്ടിക് എഞ്ചിനീയർ ആണ്. ജെൻ റോബോട്ടിക്സ് ഇന്നോവേഷൻസ് ജെൻ റോബോട്ടിക് ഇന്നോവേഷൻസിന്റെ കോ ഫൗണ്ടറും സഹസ്ഥാപകനും MDയും മാനേജിംഗ് ഡയറക്ടറുമാണ് ഈ പറയുന്ന വിമൽ ഗോവിന്ദ് MK എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം ഒരു റോബോട്ട് സ്ഥാപിക്കുന്നുണ്ട്. ആ റോബോട്ടിന്റെ പേരാണ് ബാൻഡിക്യൂട്ട് എന്ന് പറയുന്ന റോബോട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് മാൻഹോൾ, നമുക്കറിയാമല്ലോ നമ്മുടെ ഡ്രെയിനേജ് മാൻഹോളുകൾ. അപ്പൊ മാൻഹോളുകളിൽ മനുഷ്യർ തോട്ടിപ്പണി ചെയ്യുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ലോകത്തിലെ തന്നെ ആദ്യത്തെ റോബോട്ടിക് സംവിധാനമായ ബാൻഡിക്യൂട്ട് റോബോട്ട് വികസിപ്പിച്ചെടുത്തു. അപ്പൊ ഇദ്ദേഹം വികസിപ്പിച്ച മാൻഹോളിൽ ഇറങ്ങാൻ ശേഷിയുള്ള ആ റോബോട്ടിന്റെ പേരാണ് ബാൻഡിക്യൂട്ട്. നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഈ പറയുന്ന മാൻഹോൾ അപകടങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഏറ്റവും അവസാനവും നമ്മളൊരു അപകടം കണ്ടതാണ്. 1500 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ മാൻഹോളിൽ ഇറങ്ങിയ വാർത്ത, തിരുവനന്തപുരം കോർപ്പറേഷനിലെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കേട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം ബാൻഡിക്യൂട്ട് റോബോട്ടിനെ കണ്ടുപിടുന്നു. അപ്പോൾ മാൻഹോളുകളിൽ മനുഷ്യർ തോട്ടിപ്പണി ചെയ്യുന്ന ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ലോകത്തിലെ തന്നെ ആദ്യത്തെ റോബോട്ടിക് സംവിധാനമായ ബാൻഡിക്യൂട്ട് സ്ഥാപിക്കുന്നു. ഈ പറയപ്പെടുന്ന ബാൻഡിക്യൂട്ട് റോബോട്ടിനെ വികസിപ്പിക്കുന്നു വിമൽ ഗോവിന്ദ് MK. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ അദ്ദേഹത്തിന് പുരസ്കാരം, കേരളാശ്രീ പുരസ്കാരം നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നുണ്ട്. ദെൻ ജിലു മോൾ മാരിയറ്റ് തോമസ്, പ്രതിസന്ധികളെ അവസരങ്ങളാക്കി പ്രതിസന്ധികളെ തരണം ചെയ്ത് ഈ നിലയിലെത്തിയ വ്യക്തിയാണ് ജിലുമോൾ മേരിയറ്റ് തോമസ് എന്ന് പറയുന്നത്. അതേഴ്സ് എന്ന മേഖലയിലാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. എന്താ സംഭവം? ഇവര് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ സ്വദേശിയാണ്. ജന്മനാ തന്നെ ഇരു കൈയും ഇല്ലാതെയാണ് അവർ ജനിക്കുന്നത്. ജന്മനാ തന്നെ ഇരു കൈയും ഇല്ലാതെയാണ് അവരുടെ ജന്മം. പക്ഷേ അതിൽ തളർന്നു പോകാൻ അവർ തയ്യാറല്ല. കൈയില്ലെങ്കിൽ എന്ത്, എനിക്ക് 2 കാലുകൾ ദൈവം തന്നിട്ടുണ്ട് എന്നതിൽ വിശ്വസിച്ചുകൊണ്ട് ആ പറയപ്പെടുന്ന വ്യക്തി തന്റെ ഇച്ഛാശക്തിയിലൂടെ അവർ നേടിയ നേട്ടം ചെറുതൊന്നുമല്ല. ഗ്രാഫിക് ഡിസൈനർ ആണ്, മൗത്ത് ആൻഡ് ഫുഡ് പെയിന്റിംഗ് ആർട്ടിസ്റ്റ്. അതായത് കൈകൾ കൊണ്ടും വാ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ കാലുകൾ കൊണ്ടും അവർ ചിത്രരചന നടത്തുന്നു. അങ്ങനെ ആർട്ടിസ്റ്റ് ആണ് അവർ, പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആണ്.
ഒരു യൂട്യൂബറാണ് അവർ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഇരു കൈകളും ഇല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ വനിത. ചെറിയ കാര്യമല്ല. ഇരു കൈകളും ഇല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ വനിതയായിട്ട് അവർ മാറുന്നുണ്ട്. ജിലോ മോൾ മേരി തോമസ്. ആ ചിത്രം നിങ്ങളുടെ കാണാം. സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എത്രത്തോളം ഡെഡിക്കേഷനും ജീവിതത്തോട് തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നവരുടെ ആത്മസമർപ്പണത്തിന്റെ അവരുടെ ആ ഒരു ഹാർഡ് വർക്കിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ബലമാണ് ജിലോ മോൾ മേരി തോമസ് എന്ന് പറയുന്നത്. ഹാറ്റ്സ് ഓഫ്. അപ്പോ മറ്റുള്ളവ അതേഴ്സ് എന്ന് പറയപ്പെടുന്ന മേഖലയിലാണ് ഇവർക്ക് പുരസ്കാരം ലഭിക്കുന്ന കാര്യം ഓർക്കുക. ഇനി അടുത്ത അഭിലാഷ് ടോമി അറിയാത്ത മലയാളി ഉണ്ടാവില്ല അല്ലെ. നാവികനാണ് അഭിലാഷ് ടോമി എന്ന് പറയുന്നത്. സ്വദേശം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കാരനാണ്. നാവിക ഒരു വിരമിച്ച റിട്ടയർഡ് ഇന്ത്യൻ നേവി ഓഫീസറാണ് അദ്ദേഹം. നാവിക വൈമാനികനും അതുപോലെ തന്നെ യാച്ച്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മുടെ പായ്ക്കപ്പലില്ലേ അതുമായി അപ്പൊ യാച്ച്മാൻ ആണ് ഈ പറയപ്പെടുന്ന ചങ്ങനാശ്ശേരിക്കാരനായിട്ടുള്ള അഭിലാഷ് ടോമി. വിരമിച്ച ഇന്ത്യൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥനും നാവിക വൈമാനും യാച്ച്മാനുമാണ് അഭിലാഷ് ടോമി എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 4 വിലപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ച് സെറ്റാക്കി നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആദ്യം പഠിച്ചത് വിമൺസ് വേൾഡ് കപ്പ് ആണ്. വിമൺസ് വേൾഡ് കപ്പ് 2025 പഠിച്ചു. അതിനുശേഷം നമ്മൾ 55ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് 2025 പഠിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇത് അവസാനം കേരള അവാർഡ്സ് 2025 പഠിച്ചു. എണ്ണം പറഞ്ഞ 4 ടോപ്പിക്കുകൾ ഉറപ്പായിട്ടും ഇനിയുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു സെഷനുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.